ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷമാണ് ഇപ്പോൾ ഇത്. കട്ട്ലപ്പിന് പോവാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ രാവിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചായ കുടിച്ചിട്ടില്ല, ചായ കടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഉപ്പതാ പോത്തിന് പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം വെച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കുളിയും കഴിഞ്ഞു. അപ്പോൾ ഉമ്മ അവിടെ ഒരുങ്ങൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ള നേരം കൊണ്ട് ഇവരിതാ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു, എന്താ അനിയ ആങ്ങളെ ചെറിയ കുട്ടിയല്ലോ എന്ന്. അപ്പോൾ ചെറിയ കുട്ടി തന്നെ കേട്ടോ അവനത്ര പ്രായം ആയിട്ടില്ല, 10-24 വയസ്സായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ ചെറിയ കുട്ടികളെ പോലെ തന്നെ. അപ്പോൾ ഞങ്ങൾ കല്യാണക്കാരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാറൊന്നും ആയിട്ടില്ല, ഞാൻ ചെറിയ കുട്ടിയാന്ന് ഇപ്പോഴും പറയാം കേട്ടോ. അവൻ അങ്ങനെ തന്നെ പറയുള്ളൂ. എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ വിഷയത്തിൽ തന്നെ എനിക്ക് കല്യാണപ്രായം ഒന്നും ആയിട്ടില്ല എന്നാ പറയുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികളെ അങ്ങോട്ട് മാറിയിട്ടില്ല അവൻ്റെ. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഒരു കയറൊക്കെ കെട്ടണ്ടേ അല്ലേ. അപ്പോൾ എന്തായാലും അവൻ പോയിട്ട് ഇപ്രാവശ്യം പോയിട്ട് വീടൊക്കെ ആവണ്ടേ നമുക്ക്. വീടൊക്കെ ആയിട്ടൊക്കെ ഇൻഷാല്ലാ നമുക്ക് അവനെ പെണ്ണൊക്കെ നോക്കണം. അങ്ങനെ പറഞ്ഞു തന്നെ അവന് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ കാര്യം പറയണതൊന്നും. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ പെണ്ണൊക്കെ നോക്കണം നമുക്ക്. ഇൻഷാല്ലാ വീഡിയോ അങ്ങനെ പോവുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എല്ലാ വീഡിയോയിലും കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ണിയും പിന്നെ കുഞ്ഞോളും ഒക്കെ കൂടിയിട്ട് പൈസയൊക്കെ കൂടിയിട്ട് ബുള്ളറ്റുമ്മ, ഉപ്പയും ഉമ്മയും ഉണ്ണിമോളും സ്കൂട്ടിയും അതാ പോണു കേട്ടോ. അങ്ങനെ തിരുത്തിപ്പറമ്പിലേക്കാണ് എൻ്റെ അനിയത്തിനെ കെട്ടിച്ച് കൊടുത്തേക്കണത്. കേച്ചേരി പോണ വഴിയാണ് കേട്ടോ. അങ്ങനെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കുറേ ദിവസമായിട്ടുണ്ട്, ദിവസമല്ല മാസങ്ങളോളം ആയിട്ടാണ്. അപ്പോൾ ഇവള് തറപ്പണിയൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാട്സപ്പിൽ ഫോട്ടോ ഒക്കെ അയച്ചു തരാറുണ്ട്. കിണറുണ്ടായിരുന്നു, കിണർ കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഫോട്ടോ, അവരെ പണി കഴിഞ്ഞാൽ അവൾക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കേട്ടോ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഇതാണ് അവളെന്നെ കെട്ടിക്കൊടുന്ന വീട് കേട്ടോ. അപ്പോൾ ഒരു നിലയായിരുന്നു. അപ്പോൾ കല്യാണ സമയമാകുമ്പോൾ മുകളിലേക്ക് അവർ എടുത്തതാട്ടോ. പിന്നെ അവന് ഒരു അനിയുണ്ട്, ശംനാട് മാപ്പിളയ്ക്ക് ഒരു അനിയുണ്ട്, ഒരു പെങ്ങളുണ്ട്. അവരൊക്കെ കല്യാണം കഴിഞ്ഞു. അനിയന് 2 കുട്ടികളൊക്കെ ആയിട്ടുണ്ട്, പെങ്ങൾക്ക് 2 കുട്ടികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് ഒരു പൂച്ചൊക്കെ ഉണ്ട്, പേഷ്യൻ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്, കിങ്ങിണി എന്നാട്ടോ അതിൻ്റെ പേര്. ഇതാണാണ് എന്നാലും കിങ്ങിണി എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാട്ടോ. അപ്പോൾ നല്ല ഇണക്ക ഒറ്റയ്ക്ക് ഇത് കണ്ടിട്ട് ഉണ്ണിമോളും കുഞ്ഞോളും പൈസയൊക്കെ നല്ല കരച്ചിലാട്ടോ. മേടിക്കണം പറഞ്ഞിട്ട് ഒരു തൊയിരം ഉപ്പച്ചിക്ക് കൊടുക്കണില്ല. അപ്പോൾ മിയമോൾക്ക് ഒരു പേടിയില്ല കേട്ടോ. അവൻ്റെ ഉണ്ണിക്കാച്ചെങ്കിൽ ഒരു പേടിയില്ല. പൂച്ചേനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അവന്. അങ്ങനെ ഉള്ളിന്ന് കോണിയൊക്കെ എന്തോ ഇപ്പോൾ എടുത്തതാണ് ഇവർ കല്യാണമൊക്കെ ആയപ്പോഴേ. അപ്പോൾ മുകളിലാട്ടോ അവർ രണ്ടാളുടെ വീട് റൂമും ഷംനാടിയും പിന്നെ അനിയൻ്റെ റൂമൊക്കെ മുകളിലാണ്. ഇവർ രണ്ടാളുടെ റൂമ് മുകളിലാട്ടോ. അപ്പോൾ ഞാൻ റൂമൊന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കയറി പോവാട്ടെ ഞാൻ. അപ്പോൾ അവളുടെ റൂമൊക്കെ കാട്ടിത്തരാം. അപ്പുറത്തെ റൂം അനിയൻ്റെ റൂമാണ് കേട്ടോ, ആസിയുടെ അനിയൻ്റെ റൂം. അങ്ങനെ അവളുടെ ബെഡ്റൂം കണ്ടില്ല, അടിപൊളിയായിട്ടുണ്ടല്ലേ, നല്ല ഡെക്കറേഷനൊക്കെ ആയിട്ട്. ഇവൾക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ മേടിച്ച് ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ മേടിച്ച് ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടാൻ ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ അനിയത്തിക്ക്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് റൂം ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് കണ്ടില്ലേ കുട്ടികളുടെ, മിയമോളുടെയും പൊന്നൂസിൻ്റെയും പിന്നെ അവർ രണ്ടാളുടെയും. നമ്മുടെ റൂമിൽ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ റൂമിൽ കുറേ തുണിയുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കാക്കും അതൊന്നും ഇഷ്ടമല്ല. ഒന്നാമത് സ്ഥലമില്ല, നമ്മളാകെ 3 സെൻറ്റിലല്ലേ വീട്. ഇവർക്ക് പിന്നെ അത്യാവശ്യം റൂം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളോടൊക്കെ എന്താ ഒരു വലിപ്പമില്ല, ആകെ മുകളിലത്തെ റൂം മാത്രമേ ഒരു വലിപ്പമുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഇതൊക്കെ തന്നെയുള്ള നമ്മുടെ വീട്. അപ്പോൾ ഇവളുടെ വീടിക്ക് റൂമൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവളുടെ റൂമിൽ നിന്ന് ഞാൻ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഞാനൊന്ന് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, അവരെ ബന്ധക്കാരാണ്. പിന്നെ ആസിയുടെ ഫ്രണ്ട്സ് നല്ല ചങ്കാട്ടോ, അവർ നല്ല എല്ലാ കാര്യത്തിനും ഫ്രണ്ട്സ് കൂടെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി, എല്ലാ കാര്യത്തിനും ഒപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ ആസിയുടെ ഫ്രണ്ട്സൊക്കെ. അങ്ങനെ ഇനി കട്ടിലെടുപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തി, എല്ലാവരും വിളിച്ചവരൊക്കെ വന്നു. ഇനിയിപ്പോൾ കട്ടിലെടുത്ത് വെക്കുകയാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹിനോട് സ്തുതി പറയുകയാണ്. അപ്പോൾ കുറേ ആയിട്ട് ഇവർ വീട് സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷേ എന്തിനൊരു സമയമുണ്ടല്ലോ വീട് വെക്കാൻ. ഒരു കല്യാണം ആണെങ്കിലും ഒക്കെ അതിൻ്റേതായ സമയമുണ്ടല്ലോ, എന്നാലല്ലേ നമുക്ക് അതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു സമയം അടുത്ത് വെക്കണു. ഇപ്പോൾ തറ കെട്ടിയിട്ട് കുറച്ച് എന്താ വൈകിയുണ്ട് കട്ടില വെക്കാനും ഒക്കെ. ആ സമയമാകുമ്പോൾ തന്നെ പഠിച്ച നമുക്ക് ഒക്കെ എത്തുള്ളൂ അല്ലേ, അങ്ങനല്ലേ. അങ്ങനെ ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പഠിച്ച നീക്കി തന്ന് നല്ല രീതിയിൽ തന്നെ കട്ടിലൊക്കെ വെച്ച് ദ്വാരന്ന് തക്ബീറൊക്കെ ചൊല്ലിയിട്ടാട്ടോ കട്ടില വെച്ചത്.
അപ്പം ഇനി പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് വീടൊക്കെ കയറട്ടെ അല്ലേ. അങ്ങനെ അതാ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇനിയിപ്പോൾ വീട് ഇല്ലാത്തതിനൊക്കെ അന്നൊരു ദിവസത്തിൻ്റെ വീടൊക്കെ കാട്ടിയപ്പോഴേക്ക് കമൻറ്റ് കുറേ വന്നു. നിങ്ങൾക്കൊക്കെ ഇത്രയെങ്കിലും ഉണ്ടല്ലോ, ഞങ്ങൾക്ക് വീടില്ലാത്തതാണ്, വീടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റൊക്കെ വന്നു കേട്ടോ. പഠിച്ചോ എല്ലാവർക്കും വീടും ഒരു കാര്യം പെട്ടെങ്ങളുടെ അടുത്ത് പഠിച്ചുള്ളവനെ പെട്ടെന്ന് ഇല്ലാതാക്കാനും ഇല്ലാത്തവനെ ഉള്ളവനാക്കാനൊക്കെ ഒരു നേരം ഒരു നിമിഷം മതിയിട്ടാ. അപ്പോൾ എല്ലാവർക്കും പഠിച്ചോ വീടും ഒരുപാട് പണം വീടും കൊട്ടാരമൊക്കെ ആയിട്ടും സമാധാനം ഇല്ല വെച്ചെങ്കിൽ കഴിഞ്ഞില്ലേ കാര്യം. അപ്പോൾ സമാധാനത്തോട് നല്ല സന്തോഷത്തോടുള്ള ജീവിതം എല്ലാവർക്കും വീടൊക്കെ ആവൂട്ടാ. പിന്നെ ദുആയിൽ ഞാൻ എന്നും ഉൾപ്പെടുത്തുന്നതാണ് വീടില്ലാത്തവർക്ക് പഠിച്ചോ വീട് കൊടുക്കണേ, നല്ലൊരു സ്ഥലം മേടിച്ചിട്ടുള്ള വീട് വയ്ക്കുക. അങ്ങനെയൊക്കെ ഞാൻ ദുആ ചെയ്യാറുണ്ട്. നമുക്ക് ദുആ ഇപ്പോൾ എല്ലാവരും പറയാനൊന്നും പറ്റില്ല, ഒക്കെ പഠിച്ചവനോട് പറയണ കാര്യമായിട്ടാ. ഒക്കെ ഞാൻ ഈ ഒരു പ്രാർത്ഥന ഞാൻ എൻ്റെ ദുആയിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീടാവും, നല്ലൊരു വീടാവും, നല്ല ഐശ്വര്യമുള്ള വീടൊക്കെ ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ചായയോടെയൊക്കെ കഴിഞ്ഞു, ഇനി പോവുകയാണ് വീട്ടിലേക്ക്. ഇനി ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ, അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ രണ്ടാളും മിയമോളും പൊന്നൂസും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിട്ട് അവർ വന്നിട്ട് കുറച്ച് നേരമൊക്കെ നിന്നൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മിയമോൾക്ക് എന്താ ഉമ്മച്ചീനെ കാണാൻ വേണ്ടിയിട്ട് നല്ല കരച്ചിലൊക്കെ ആയി. അങ്ങനെ എൻ്റെ ഉണ്ണിയും പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ട് രണ്ടാളതിനെ കൊണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഉണ്ണിയുടെ എന്താ പറയുക എന്തോ ബ്രേക്ക് പൊട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി ഇങ്ങനെ ഓടിയിട്ടേ, അപ്പോൾ അതൊക്കെ പുതിയത് മേടിച്ച് കൊടുന്ന് രണ്ടാളും കൂടിയിട്ട് അളിയനും കൂടിയിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ 100 റുപ്യോളം അവർ മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും കൂടിയിട്ട് തന്നെ അത് ശരിയാക്കിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗൈസ് എന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിനി ഒഴിവാക്കണം. അതങ്ങോട്ട് പറഞ്ഞിട്ടേ അങ്ങനെ പറയുമ്പോൾ വരികയാണേ. ഇനി ആ ഗൈസ് വിളി അങ്ങോട്ട് നിർത്താൻ പോവാൻ ഞാൻ. ഇപ്പോൾ ഇതെന്താ പരിപാടി വെച്ചെങ്കിലേ വീട്ടിൽ പോയി എന്തെങ്കിലും കൂട്ടാൻ വയ്ക്കണ്ടേ. അപ്പോൾ മുരിങ്ങയുടെ ഇല തന്നെയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ മുരിങ്ങയുടെ ഇല പൊടിച്ചിട്ട് വരും, അതല്ലേ എളുപ്പം വെക്കാൻ. പിന്നെ അന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോണേൻ്റെ അന്ന്. അപ്പോൾ അത് ലേശം ഫ്രീസറിൽ ഇരിക്കുന്നുണ്ട്, അതും പൊരിക്കും ചെയ്യാം. ഇത് കൂട്ടാൻ വയ്ക്കാമല്ലോ വെച്ചിട്ട് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ലേശം കൂട്ടാൻ ഉപ്പാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കൂട്ടാൻ വയ്ക്കുമ്പോഴേ. അപ്പോൾ ലേശം കൂട്ടാനും ഉപ്പാക്ക് തായോട്ട മോളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് ലേശം കൂട്ടാനൊക്കെ കൊണ്ടുപോയി കൊടുത്തു. ഇനി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഇനി ആ ബൈക്കിൽ കുത്തിത്തിരിക്കിയിട്ട് അങ്ങനെ പോകും. ഞങ്ങൾ ആരും തടിയൊന്നും ഇല്ലല്ലോ അധികം, അത് കാരണം കൊള്ളൂട്ടാ ബൈക്കിൽ. അങ്ങനെ അവിടെ വീട്ടിലെത്തുമ്പോഴത്തേനും തണ്ടലൊക്കെ ഒരു ഇതൊക്കെ ആവും. എന്നാലും വേണ്ടില്ലേ, പെട്ടി വണ്ടിയിൽ പോവാൻ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. പിന്നെ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ചെറിയൊരു വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.